ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ടെക്ബ്രോമലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നത് സാംസങ് ഗാലക്സി S20 എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായി കണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തുടർന്ന് ബെല്ലൈക്കൺ അമർത്തി ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. സാംസങ് exynos 9 Octa 919 എന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. റിയർ ക്യാമറ 12 മെഗാപിക്സലും 8 മെഗാപിക്സലും 12 മെഗാപിക്സലിൻ്റെയും 3 ക്യാമറ നൽകിയിട്ടുണ്ട്. 32 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും നൽകിയിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും നൽകിയിട്ടുണ്ട്. 6GB റാമും നൽകിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് V10 4G 3G 2G ഉള്ള സിം സ്ലോട്ടും നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ ഇത് 5G സപ്പോർട്ടഡ് അല്ല. ഇനി ഹൈറ്റ് 159 mm, വിത്ത് 74.5 mm, തിക്നെസ് 8.4 mm, ഇതിൻ്റെ വെയിറ്റ് 190 ഗ്രാംസുമാണ്. സ്ക്രീൻ റെസൊല്യൂഷൻ 1080x2400 പിക്സൽസ് ആണ് നൽകിയിരിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോ നൽകിയിട്ടുണ്ട്. ഇത് പഞ്ചോൾ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ബിസ്ലസ് പിന്നെ സൂപ്പർ അമലോഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേനും കോണി ഗൊറില്ല ഗ്ലാസ് V3 സ്ക്രീൻ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ചിപ്സെറ്റിനെ കുറിച്ച് പറയാം. സാംസങ്ങിന്റെ exynos 9 Octa 919 ഒരു ചിപ്സെറ്റ് നൽകിയിട്ടുണ്ട്. പ്രോസസർ Octa Core 2.73 GHz ഡ്യുവൽ കോറും ഗ്രാഫിക്സ് മാലി G77 MP11 ആണ് ഇതിന്റെ ഗ്രാഫിക്സ്. റാം 6GB റാമും നൽകിയിട്ടുണ്ട്. ഇന്റർണൽ മെമ്മറി 128GB. നമുക്കിത് എക്സ്പാൻഡബിൾ ആണ്. 1TB വരെ 1000GB വരെ നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറ സെറ്റപ്പ് ട്രിപ്പിൾ ക്യാമറയാണ്. ഓരോ ക്യാമറയുടെ റെസൊല്യൂഷൻ നമുക്ക് പറയാം. 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും പിന്നെ 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നൽകിയിട്ടുണ്ട്. ഓട്ടോ ഫോക്കസ് നൽകിയിട്ടുണ്ട്. ഇമേജ് റെസൊല്യൂഷൻ 4000x3000 പിക്സൽസ് ആണ്. ഷൂട്ടിംഗ് മോഡ്സ് കണ്ടിന്യൂസ് ഷൂട്ടിങ്ങും ഹൈ ഡൈനാമിക് റേഞ്ച് മോഡും നൽകിയിട്ടുണ്ട്. ക്യാമറ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ സൂമും ഓട്ടോ ഫ്ലാഷും ഫേസ് ഡിറ്റക്ഷനും ടച്ച് ടു ഫോക്കസും നൽകിയിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് 3840x2160 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ക്യാമറയും 32 മെഗാപിക്സലിലെ വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും നൽകിയിട്ടുണ്ട്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കപ്പാസിറ്റി 4500 mAh ബാറ്ററി കപ്പാസിറ്റി. Li-Polymer ഒരു ബാറ്ററി ടൈപ്പും നൽകിയിട്ടുണ്ട്. നമുക്ക് റീപ്ലേസ്മെന്റ് അല്ല, വയർലെസ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്, അത് 35 വാട്ടിന്റെ ആണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ 5G സപ്പോർട്ടഡ് അല്ല. 4G 3G 2G ഉള്ള സിം ആണ് കൊടുത്തിരിക്കുന്നത്. GPS നൽകിയിട്ടുണ്ട്. NFC നൽകിയിട്ടുണ്ട്. USB കണക്ടിവിറ്റി ആണ്. മാസ് സ്റ്റോറേജും ഡിവൈസ് USB ചാർജും നൽകിയിട്ടുണ്ട്. ഓഡിയോ ജാക്ക് 3.5 mm ഓഡിയോ ജാക്കും നൽകിയിട്ടുണ്ട്. ലൗഡ് സ്പീക്കറും നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ പൊസിഷൻ ഓൺ സ്ക്രീനും ആണ്. ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സോമീറ്റർ സെൻസർ, ബാരോമീറ്റർ, കോംപാക്സ് ഗ്രേസ്കോപ്പ് സെൻസേഴ്സും ഒക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ താങ്ക്സ് ടു വാച്ചിങ് മൈ വീഡിയോ.